السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 90 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. അൽഹംദുലില്ലാഹ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയും സഹോദരങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഭാഗമാണ് 90-ാമത്തെ ആയത്തിലുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത വചനങ്ങളിൽ എന്താണ് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين. قال لا تثريب عليكم اليوم يغفر الله لكم وهو أرحم الراحمين. اذهبوا بقميصي هذا فألقوه على وجه أبي يأت بصيرا وأتوني بأهلكم أجمعين. ولما فصلت العير قال أبوهم إني لأجد ريح يوسف لولا أن تفندون. قالوا تالله إنك لفي ضلالك القديم. فلما أن جاء البشير ألقاه على وجهه فارتد بصيرا. قال ألم أقل لكم إني أعلم من الله ما لا تعلمون. قالوا يا أبانا استغفر لنا ذنوبنا إنا كنا خاطئين. قال سوف أستغفر لكم ربي إنه هو الغفور الرحيم. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സഹോദരങ്ങളോട്, ഞാൻ യൂസുഫാണ്, ഇതെൻ്റെ സഹോദരനാണ്, അള്ളാഹു ഞങ്ങളോട് അനുഗ്രഹം ചെയ്തിരിക്കുന്നു,
തഖ്വയോടുകൂടി ജീവിക്കുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്ന മുഹ്സിനീങ്ങൾക്ക് അവരുടെ പ്രതിഫലം അല്ലാഹു കുറച്ചു കളയുകയില്ല എന്ന വമ്പിച്ചതായ യാഥാർത്ഥ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഈ സമയത്ത് അവർ പറയുകയാണ്, ഖാലു, അവർ പറഞ്ഞു, തല്ലാഹ് ഐ വല്ലാഹ്, അല്ലാഹുവാണ്, ലഖദ് ആസറകല്ലാഹു അലൈന, ലഖദ് തീർച്ചയായും, ആസറകല്ലാഹ് അല്ലാഹു നിനക്ക് പരിഗണന നൽകിയിരിക്കുന്നു. ആസറ യുസിറു ഈസാറൻ, ഒരാളേക്കാൾ മറ്റൊന്നിന് പ്രാധാന്യം നൽകുന്നതിനാണ് ആസറ എന്ന് പറയുന്നത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ എന്ന് ഖുർആനിൽ കാണാം. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അപ്പോൾ ആസറ എന്ന് പറഞ്ഞാൽ കൂടുതൽ പരിഗണിക്കുക, കൂടുതൽ പരിഗണന നൽകുക. ലഖദ് ആസറകല്ലാഹു അലൈന, ഞങ്ങളെക്കാൾ അല്ലാഹു നിനക്ക് പരിഗണന നൽകിയിരിക്കുന്നു. വഇൻ കുന്നാ ലഖാതിഈൻ, നിശ്ചയമായും ഞങ്ങൾ അബദ്ധം പറ്റിയവരാകുന്നു. ഖത, അബദ്ധം പറ്റുക. നമ്മൾ കഴിഞ്ഞ ദർസിൽ സൂചിപ്പിച്ചു, ഇത് അൻതും ജാഹിലീൻ, നിങ്ങൾ ജാഹിലുകളായിരുന്നപ്പോൾ. എന്താണ് അതിൻ്റെ ഉദ്ദേശം? നിങ്ങൾ അബദ്ധത്തിലായിരുന്നപ്പോൾ. അതുകൊണ്ടാണ് ഇവിടെ വഇൻ കുന്ന, നിശ്ചയമായും ഞങ്ങളായിരിക്കുന്നു, ലഖാതിഈൻ, നിശ്ചയം ഞങ്ങൾ ഖതഅ സംഭവിച്ചവർ ആയിരിക്കുന്നു. ഖാതി എന്ന് പറഞ്ഞാൽ ഖതഅ സംഭവിച്ചവൻ, ഖതഅ എന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റുക. യഖ്തഉ ഖതഅൻ വഖിത്അ, അല്ലെങ്കിൽ അഖ്തഅ എന്നും പറയും. അപ്പോൾ വഇൻ കുന്ന ലഖാതിഈൻ, ഞങ്ങൾ അബദ്ധം പറ്റിയവരാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ പാപം ചെയ്തു, പക്ഷേ അല്ലാഹു നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, യഖൂലൂന മുഅ്തരിഫീൻ, അവർ അപ്രകാരം പറഞ്ഞത് മുഅ്തരിഫീൻ, അവർ മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു, ലഹു ബിൽ ഫദ്ലി വൽ അസ്റതി അലൈഹിം ഫിൽ ഖൽഖി വൽ ഖുലുഖി, അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ തെരഞ്ഞെടുത്തിരിക്കുന്നു ഭംഗി കൊണ്ടും സ്വഭാവത്തിൻ്റെ ഭംഗി കൊണ്ടും. ഒന്ന് ഖൽഖ്, സൃഷ്ടിപ്പിലെ ഭംഗി, മറ്റൊന്ന് ഖുലുഖ്, സ്വഭാവത്തിലെ ഭംഗി. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരാൾക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഫضലാണ്. ചിലർക്ക് നല്ല ഭംഗി ഉണ്ടാകും, പക്ഷേ സ്വഭാവം മോശമായിരിക്കും. ചിലർ നല്ല പെരുമാറ്റമായിരിക്കും, പക്ഷേ അവർ അത്ര ഭംഗിയുള്ളവരാവണമെന്നില്ല. എന്നാൽ ഇത് രണ്ടും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകി. വസ്സഅതി വൽ മുൽക്ക്, അതിനു പുറമെ അധികാരവും നൽകി, ഭൗതിക വിഭവങ്ങളിലെ വിശാലതയും നൽകി. ഭൗതിക വിഭവങ്ങളിലെ വിശാലത നൽകി, ആധിപത്യം നൽകി. വത്തസറുഫി, മിസ്റിലെ പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാനുള്ള സ്വതന്ത്ര അധികാരം അദ്ദേഹത്തിന് ലഭിച്ചു. വന്നുബുവ്വതി അയ്ളാ, ഇതിൻ്റെയൊക്കെ പുറമെ നബിയുമാണ്, പ്രവാചകനുമാണ്. ഭൗതികവും ആത്മീയവുമായ എല്ലാ അനുഗ്രഹങ്ങളും ഒത്തുചേർന്ന വ്യക്തിത്വം മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. വ അഖറു ലഹു ബി അന്നഹും അസാഉ ഇലൈഹി, അതുകൊണ്ട് തന്നെ അവർ അംഗീകരിച്ചു, അവർ മോശമായിട്ടാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കൈകാര്യം ചെയ്തത്. വ അഖ്തഉ ഫീ ഹഖ്ഖിഹി, അദ്ദേഹത്തിൻ്റെ ഹക്കിൽ അവർ തെറ്റ് വരുത്തുകയും ചെയ്തു. ഇപ്രകാരം അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. എന്താണത്? ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തുമായി ഇതിനെ ചേർത്ത് മനസ്സിലാക്കിയാൽ വലിയ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. എന്താണത്? ഇതിനു മുമ്പ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, ഇന്നഹു മൻ യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. ആരാണോ തഖ്വയോടുകൂടി ക്ഷമയോടുകൂടി ജീവിക്കുന്നത് അവരുടെ പ്രതിഫലം അള്ളാഹു കുറച്ച് കളയൂല. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പ്രതിഫലം പരിപൂർണമായി നൽകും. അള്ളാഹു അവർക്ക് കൂടുതൽ ബറക്കത്ത് നൽകും. അഥവാ തഖ്വയും ക്ഷമയും അത് അതുല്യമായ രണ്ട് കോമ്പിനേഷനാണ്. അതിലൂടെയാണ് ലക്ഷണമൊത്ത ഒരു നേതാവ് ഉണ്ടാവുന്നത് എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സജ്ദയിൽ 32-ാം അധ്യായം സൂറത്തു സജ്ദയിലെ 24-ാമത്തെ ആയത്തിൽ കാണാം, വജഅൽനാ മിൻഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറൂ
വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. നാം അവരെ ഇമാമുകളാക്കി, നേതാക്കളാക്കി. വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സബറു, അവർ ക്ഷമിച്ചത് കാരണത്താൽ. അപ്പോൾ അള്ളാഹു അവരെ അഇമ്മത്തുകളാക്കാനുള്ള കാരണം ലമ്മാ സബറു, അവർ ക്ഷമാലുക്കളായിരുന്നു. വകാനൂ ബിആയാതിനാ യൂഖിനൂൻ, നമ്മുടെ ആയാത്തുകളിൽ, ദൃഷ്ടാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുമായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഇമാമത്ത് അതല്ലെങ്കിൽ നേതൃത്വം ലഭിക്കുന്നത് അഥവാ അള്ളാഹു നൽകുന്നത് ക്ഷമ കൊണ്ടും തഖ്വ കൊണ്ടും യഖീൻ കൊണ്ടുമാണ്. ഇവിടെ യഖീൻ എന്ന് പറഞ്ഞാൽ ഇൽമാണ് ഉദ്ദേശം. അതിലൂടെ മറ്റൊരു പോയിന്റ് കൂടി ലഭിക്കും. ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്നവർക്ക് 2 ക്വാളിറ്റി വേണം. ഒന്ന് ഇൽമ്, മറ്റൊന്ന് ക്ഷമ. അറിവും ക്ഷമയും ഒത്തവനാണ് ഒരു യഥാർത്ഥ നേതാവാൻ കഴിയുന്നത്. ഒരു സമൂഹത്തെ നയിക്കാൻ അനിവാര്യമായിട്ടുള്ളത് ഒന്ന് ഇൽമാണ്, അറിവാണ്, മറ്റൊന്ന് ക്ഷമയാണ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ ഒരു നല്ല നേതാവായി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ലഖദ് ആസറക അല്ലാഹു അലൈന, ഞങ്ങളെക്കാൾ അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ പറഞ്ഞത് ഇന്നഹു മയ്യത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ. തഖ്വയും ക്ഷമയുമാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. ഒരുപാട് ക്ഷമിച്ചു അദ്ദേഹം. ആ പരീക്ഷണങ്ങളെല്ലാം ഉണ്ടായിട്ടും തഖ്വയുടെ ഏറ്റവും വലിയ ഉദാഹരണം ആരാണെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. താൻ ഏതൊരു കൊട്ടാരത്തിലാണോ ഉള്ളത്, ആ കൊട്ടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഇണയാണ് ഏറ്റവും സൗകര്യമുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഹറാമിന് പ്രേരിപ്പിക്കുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ തഖ്വ പുറത്തു വരേണ്ടത്. അൽഹംദുലില്ലാ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ വിജയിച്ചു. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ ഒരിക്കൽ ചോദിച്ചു, മൻ അക്രമുന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ ആരാണ്? മൻ അക്രമുന്നാസ് മിൻ ബിദായ ഇലാ നിഹായ, അഥവാ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാരിൽ ഏറ്റവും മാന്യൻ ആരാണെന്നാ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. കാരണം അക്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും മാന്യത. ഈ മാന്യത ഉണ്ടാവുന്നത് തഖ്വയിലൂടെയാണ്. സൂറത്തുൽ ഹുജുറാത്ത് 13-ാമത്തെ ആയത്ത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവനാണ്. തഖ്വയുടെ കുറവനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരവിന് കുറവ് സംഭവിക്കും. അതുകൊണ്ട് റബ്ബിൻ്റെ അടുത്ത് ആദരവ് ലഭിക്കുന്നത് തഖ്വയുള്ള ആളുകൾക്കാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തഖ്വയുടെ ഉദാഹരണമായിരുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഏറ്റവും വലിയ പദവികൾ നൽകി. ലഖദ് ആസറക അല്ലാഹു അലൈന, അള്ളാഹു ഞങ്ങളെക്കാൾ താങ്കളെ പരിഗണിച്ചിരിക്കുന്നു. അതിനുള്ള കാരണം അസ്സബ്റു വത്തഖ്വ, തഖ്വയും ക്ഷമയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ 2 മഹനീയമായ ഗുണങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ ഉന്നതമായ പദവികളിലെത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഞങ്ങൾ അബദ്ധം പറ്റി, താങ്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നവർ പറഞ്ഞപ്പോൾ ഉടനെ തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഖാല, അദ്ദേഹം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം നിങ്ങളുടെ മേൽ തസ്രീബില്ല. എന്താണ് തസ്രീബ് എന്ന് പറഞ്ഞാൽ? സറബ യുസരിബു തസ്രീബ. സറബ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്ത തെറ്റ് എടുത്തു പറയുന്നതിനും അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നതിനുമാണ് തസ്രീബ് എന്ന് പറയുന്നത്. തസ്രീബ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്ത തെറ്റെടുത്ത് പറയുക, എന്നിട്ട് അധിക്ഷേപിക്കുക, അതാണ് തസ്രീബ്. ഇന്ന് മുതൽ നിങ്ങളുടെ മേൽ തസ്രീബില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഗഫറ യഗ്ഫിറു മഗ്ഫിറതൻ വഗുഫ്റാന, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരട്ടെ. യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ, അവൻ അർഹമുർ റാഹിമീൻ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും ഉയർന്ന നിലക്ക് കരുണ കാണിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അർഹം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവൻ, റാഹിം എന്ന് പറഞ്ഞാലും കരുണ കാണിക്കുന്നവൻ. റാഹിമീങ്ങളിൽ അള്ളാഹു അർഹമാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേക്കാളും കരുണ കാണിക്കുന്ന ആരുമില്ല. അള്ളാഹുവാണ് ഏറ്റവും വലിയ കാരുണ്യവാൻ, അർ റഹ്മാൻ അർ റഹീം.
അതാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നേ ദിവസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹം ലളിതമായൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണത്? ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വ അഖീ ഇദ് അൻതും ജാഹിലൂൻ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ജാഹിലുകളായിരുന്നപ്പോൾ, നിങ്ങൾക്ക് അബദ്ധം പറ്റിയപ്പോൾ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ ഇനി പറയാൻ പോകുന്നതിൻ്റെ അർത്ഥം സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഈ ഒരു സ്വഭാവത്തിൻ്റെ ഉടമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തസ്രീബ് എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം മുഫസ്സിരിങ്ങൾ പറയുന്നത് ഒരാൾ ചെയ്ത തെറ്റിനെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ. ഒരു കാരണവശാലും ആ വ്യക്തിയോട് ആ തെറ്റിനെ സംബന്ധിച്ച് പിന്നീട് ഒരിക്കലും പറയാതിരിക്കുക. നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ, അന്ന് ഞാൻ മാപ്പ് തന്നില്ലേ എന്ന് പോലും പറയാൻ പാടില്ല. അത് പിന്നെ ഇനി ആ വിഷയമല്ല, അത് കഴിഞ്ഞു, ഖലാസ്. അങ്ങനെ ഒരു സംഭവം ജീവിതത്തിലേ ഇല്ല. അതിനാണ് തസ്രീബ് എന്ന് പറയുന്നത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് മുതൽ ഇനി ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് മിണ്ടുകയേയില്ല, പറയുകയേയില്ല. മാപ്പെന്ന വാക്കിന് ശരിയായ അർത്ഥം നൽകിയ മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇതേ വാക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹു മക്കയുടെ ദിവസം മക്കയിലുള്ള ആളുകളോട് പറഞ്ഞത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, മാന്യനായ പ്രവാചകൻ അവരുടെ സഹോദരന്മാരോട് പറഞ്ഞ അതേ വാക്ക് ഞാൻ നിങ്ങളോടും പറയുന്നു. ലാ തസ്രീബ അലൈക്കുമുൽ യൗം എന്ന് ചരിത്രത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന് മുതൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രതികാരവും അതിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുക തന്നെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെക്കുറിച്ച് പിന്നീട് മുസ്ലിമീങ്ങളല്ലാത്ത ചരിത്രകാരന്മാർ പറഞ്ഞത് മാപ്പെന്ന വാക്കിന് ശരിയായ അർത്ഥമുണ്ടായ ദിവസമായിരുന്നു അതെന്ന്. മാപ്പെന്ന വാക്ക് പോലും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ അന്നാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ ചരിത്രത്തിൽ അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സൂചിപ്പിച്ചതുപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. കാരണം തൻ്റെ ജീവിതത്തിലെ വർഷങ്ങളോളം ഉണ്ടായിരുന്ന സംഭവ ബഹുലമായ ഒരു ചരിത്രത്തിന് കാരണക്കാരായി തീർന്ന ആ സഹോദരങ്ങളോട് പറയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയേയില്ല. ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അനിസുദ്ദി ഖാൽ ഇഅ്തദറു ഇലാ യൂസുഫ് ഫഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം. അവരുടേതായ ഉദർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങളുടെ മേൽ തസ്രീബില്ല. യഖൂലു ലാ അദ്കുറു ലക്കും ദംബക്കും, നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ഇനി ഞാൻ പറയുകയേയില്ല. അതാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല അവിടെ വെച്ച് അവസാനിപ്പിച്ചില്ല. പിന്നെയോ വഹാദാ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന അടുത്ത വേർഡ് വഹാദാ ദുആഉൻ മിൻ യൂസുഫ് ലി ഇഖ്വതിഹി. ഇത് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ദുആ ആണ് എന്നാണ്. അവിടെ ഉപ്പയേക്കാൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മുൻപന്തിയിൽ നിൽക്കുന്നു എന്നാണ്. ഉപ്പ എന്താണ് പറഞ്ഞത്? അത് വരുന്നുണ്ട്. സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടാം. അപ്പോൾ പറഞ്ഞില്ല, പിന്നെ എന്നാ പറഞ്ഞത്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് തന്നെയാണ് പറയുന്നത്, യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഗഫറ യഗ്ഫിറു ഗുഫ്റാനൻ യഗ്ഫിറുല്ലാഹു ലക്കും, പടച്ച റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും, അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും. യഥാർത്ഥത്തിൽ അത് ദുആ ആണ്. അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ. തീർന്നില്ല, പിന്നീട് പറയുന്നത് വഹുവ അർഹമുർ റാഹിമീൻ, റഹ്മത്ത് ചെയ്യുന്നവരിൽ അള്ളാഹു ഏറ്റവും അർഹമാണ് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്തിന് ശേഷമുള്ള സിയാദത്താണ് റഹ്മത്ത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുണ്ടാവുന്ന ഒരു കാര്യമാണ്. മഗ്ഫിറത്തും റഹ്മത്തും ചേർത്ത് പറയുന്നത് മഗ്ഫിറത്ത് വേറെ, റഹ്മത്ത് വേറെ. ഒരാളൊരു തെറ്റ് ചെയ്താൽ അയാൾക്ക് മാപ്പ് കൊടുക്കൽ എന്താണ്? മഗ്ഫിറത്താണ്. പോകുമ്പോൾ കൈ നിറയെ സമ്മാനം കൂടി കൊടുത്താലോ, അതാണ് റഹ്മത്ത്. മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പ് കൊടുക്കുക എന്നത് തന്നെ വലിയ റഹ്മത്താണ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക, ആ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ തന്നെ അത് ഏറ്റവും വലിയ റഹ്മത്താണ്. പക്ഷെ അതിനു പുറമെ സ്വർഗമാകുന്ന ഏറ്റവും വലിയ സമ്മാനവും അതാണ് റഹ്മത്ത്.
ശരിക്കും ശിക്ഷിക്കാതിരുന്നാൽ തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും മരിക്കുന്ന സമയത്ത് പറഞ്ഞത്, നരകവും വേണ്ട സ്വർഗവും വേണ്ട, അങ്ങനെ ഒരവസ്ഥ ആയാൽ തന്നെ മതി. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയാണത്. അതത്രയും ഭയാനകമാണ്, മനുഷ്യന് താങ്ങാൻ കഴിയില്ല. നരകത്തിൻ്റെ സെക്കൻഡ് പോലും മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത അത്രയുമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒന്നുമില്ല, സ്വർഗം വേണ്ട, എങ്കിലും നരകത്തുനിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി. അങ്ങനെയുള്ളൊരവസ്ഥയിലെങ്കിലും എത്തിയിരുന്നെങ്കിൽ എന്ന് പറയാനുള്ള കാരണം അതാണ്. പക്ഷേ സ്വർഗമാണ് അവരൊക്കെ ആഗ്രഹിച്ചത്, അത് മറ്റൊരു യാഥാർത്ഥ്യം. എങ്കിലും അള്ളാഹു ശിക്ഷിക്കാതിരിക്കുക എന്നത് തന്നെ വലിയ കാര്യമാണ്. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമുൽ ലൈൽ നമസ്കാരത്തിൽ ഒരു ദിവസം ഒരായത്ത് മാത്രമാണ് റസൂലുള്ളാഹി ഓതിയത്. അന്ന് കംപ്ലീറ്റ് ഒരൊറ്റ ആയത്ത്, സൂറത്തുൽ മാഇദയിലെ അവസാനത്തെ ആയത്ത്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഇൻ തുഅദ്ദിബുഹും, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഫഇന്നഹും ഇബാദുക, സൃഷ്ടികളെല്ലാം നിൻ്റെ അടിമകളാണ്. ഒരു യജമാനൻ അടിമകളെ ശിക്ഷിക്കാം, പക്ഷെ നീ അവർക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ നീ പ്രതാപിയും അഗാധജ്ഞനുമാണ് റബ്ബേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാൻ അധികാരമുണ്ട്. എന്നാൽ ശിക്ഷിക്കാതിരിക്കുന്നതിനു പുറമെ കൈ നിറയെ സമ്മാനങ്ങൾ കൂടി നൽകി നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ റഹ്മത്തിലേക്ക് എത്തിക്കലാണ് റഹ്മാനായ റബ്ബ്. അതുകൊണ്ടാണ് മഗ്ഫിറത്തിൻ്റെ കൂടെ ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം എന്ന് ഖുർആനിൽ നിങ്ങൾക്കിങ്ങനെ ചേർത്ത് പറഞ്ഞത് കാണാം. അതിൻ്റെ അർത്ഥം എന്താണ്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അങ്ങനെയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകട്ടെ, അതിനുശേഷം നിങ്ങൾക്കൊരുപാട് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, നിങ്ങൾക്കൊരുപാട് ബറക്കത്തുകൾ ഉണ്ടാകട്ടെ, നിങ്ങൾക്കൊരുപാട് നന്മകൾ ഉണ്ടാകട്ടെ. ഇങ്ങനെ പറയാനും ചിന്തിക്കാനും ആർക്കാണ് കഴിയുക പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന തസ്കിയത്തിൻ്റെ ഭാഗമാണത്. ആ തസ്കിയത്ത് ലഭിക്കാത്തവർക്കൊരിക്കലും മഹനീയമായ ഒരു സ്വഭാവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ കാണാം, നിങ്ങളെ തന്നെ വാഴ്ത്തി പറയരുത്, അള്ളാഹുവിനെ നിങ്ങളറിയാം. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് തസ്കിയത്ത് നൽകുന്നു. തസ്കിയത്ത് പടച്ചറബ് ഉദ്ദേശിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാരംഭ പ്രാർത്ഥനയിലുള്ള ഒരു വാചകം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിലുള്ളത്, അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ് ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത്. അല്ലാഹുവേ, ഏറ്റവും മഹനീയമായ സ്വഭാവത്തിലേക്ക് നീ എന്നെ നയിക്കണേ റബ്ബേ, അതിലേക്ക് നയിക്കുന്നവൻ നീയല്ലാതെ വേറെ ആരുമില്ല. നമ്മൾ ഏറ്റവും നല്ല പെരുമാറ്റം, ഏറ്റവും നല്ല സ്വഭാവം, വിട്ടുവീഴ്ചയും മാപ്പും നൽകുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരം, അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന് കണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഇന്നു മുതൽ ഞാൻ നിങ്ങളോട് ആ തെറ്റിനെക്കുറിച്ച് ഞാൻ പറയുകയേയില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അതിനു പുറമെ അവൻ്റെ റഹ്മത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ധാരാളമായി വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യട്ടെ. വഹുവ അർഹമുർ റഹീമീൻ. ശേഷം പറഞ്ഞു, ഇദ്ഹബൂ ബിഖമീസി ഹാദാ, ഇദ്ഹബൂ, നിങ്ങൾ പോവുക. ദഹബ യദ്ഹബു ദഹാബൻ, ഇദ്ഹബൂ, നിങ്ങൾ പോവുക. ബിഖമീസി ഹാദാ, എൻ്റെ ഈ കുപ്പായവും കൊണ്ട്. ഖമീസ് എന്ന് പറഞ്ഞാൽ നീളക്കുപ്പായത്തിനാണ് ഖമീസ് എന്ന് പറയുക. അറബികൾ ധരിക്കുന്ന കന്തൂറ പോലെയുള്ള ഡ്രസ്സിനാണ് ഖമീസ് എന്ന് പറയുക. വലിയ ജുബ്ബക്കും ഖമീസ് എന്ന് പറയും, കുപ്പായം. ഇദ്ഹബൂ ബി ഖമീസി, എൻ്റെ ഈ ഖമീസുമായി നിങ്ങൾ പോവുക. ഹാദ, ഈ ഒരു ഖമീസുമായി, ഈ ഒരു കുപ്പായവുമായി നിങ്ങൾ പോവുക. ഫഅൽഖൂഹു, എന്നിട്ട് നിങ്ങളത് ഇട്ടുകൊടുക്കുക. അൽഖാ യുൽഖി ഇൽഖാഅൻ, ഇട്ടുകൊടുക്കുക, നിങ്ങൾ വെക്കുക. ഫഅൽഖൂഹു അലാ വജ്ഹി അബി, എൻ്റെ ഉപ്പയുടെ മുഖത്ത് ഈ കുപ്പായം വെച്ച് കൊടുക്കുക. അലാ വജ്ഹി അബി, വജ്ഹ് എന്ന് പറഞ്ഞ മുഖം, അബി എൻ്റെ ഉപ്പയുടെ മുഖത്ത് നിങ്ങൾ ഈ കുപ്പായം വെച്ച് കൊടുക്കുക. യഅതി ബസീറാ, അദ്ദേഹം കാഴ്ചയുള്ളവനായി വരും.
അതാ യഅ്തി ബസീറ, അദ്ദേഹത്തിന് കാഴ്ച വരും, അല്ലെങ്കിൽ അദ്ദേഹം കാഴ്ചയുള്ളവനാകും, അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കും, ബസറു ലഭിക്കും. കാരണം കരഞ്ഞ് 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 കണ്ണുകൾ വെള്ളയായി, കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മാറി പഴയ അവസ്ഥയിലേക്ക് വരും. അതൊരു മുഅ്ജിസത്താണ്, അതൊരു മുഅ്ജിസത്താണ്. യഅ്തി ബസീറ, അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കും. വഅ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, ശേഷം വഅ്തൂനി, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരണം. ബി അഹ്ലിക്കും, നിങ്ങളുടെ കുടുംബത്തെ എല്ലാം കൂട്ടിയിട്ട്, എന്ന് പറഞ്ഞാൽ അവരുടെ ഒക്കെ എത്ര സഹോദരന്മാരുണ്ടോ ആ 10 സഹോദരന്മാരോടും അവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ കൂട്ടി വരാനാണ് പറഞ്ഞത്. ഉപ്പ ഉമ്മ അവരുടെ ഭാര്യമാർ, അവർക്ക് എത്ര മക്കളുണ്ടോ അവരൊക്കെ, അതാണ് ബി അഹ്ലിക്കും. നിങ്ങളുടെ അഹ്ല് എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും അടങ്ങുന്നവരാണ്. അജ്മഈൻ, എല്ലാവരും വരണം എന്ന് പറയുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ആ കുടുംബത്തിൽ നിന്നാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ വേർപെടുത്തിയത്. എന്നിട്ട് പോലും പറയുന്നത് എല്ലാവരും കൊട്ടാരത്തിലേക്ക് വരും. അതൊരു വലിയ ആദരവാണ്, വലിയൊരു ബഹുമാനമാണ്. അവരാദരിക്കാൻ, അവരെ ബഹുമാനിക്കാൻ അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയുള്ള നിശ്ചയവും അതിലുണ്ട്. അള്ളാഹു ഖദറാക്കിയത് ഉപ്പയും ഉമ്മയും മിസ്റിലേക്ക് വന്നിട്ട് അവിടെ വെച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുൻപിൽ ആദരവിൻ്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത് അള്ളാഹു നേരത്തെ ഖദറാക്കിയതിനാൽ, ആ ഖദറിനെക്കുറിച്ച് അറിയാവുന്നതിനാലാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങോട്ട് പോവാതെ വഅ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, കുടുംബത്തെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് വരൂ, അവിടെ നിങ്ങൾക്ക് ചില ആദരവുകൾ അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വഅ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ കുടുംബത്തെയും കൂട്ടി വരണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായം 3 ഘട്ടങ്ങളിൽ നിർണായകമായിരുന്നു എന്നുള്ളത്. അതിലൊന്നാമത്തത്, ഒരാടിനെ അറുത്ത് ആ കുപ്പായത്തിൽ രക്തം പുരട്ടി ആ കുപ്പായം കൊണ്ടു കൊടുത്തപ്പോഴാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിലുള്ള ചതി മനസ്സിലാകുന്നത്. കാരണം മനുഷ്യരക്തത്തിൻ്റെ ഗന്ധവും ആടിനെ അറുത്താൽ അതിൻ്റെ ഗന്ധവും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മനുഷ്യൻ്റെ രക്തമല്ല, ഇത് ആടിൻ്റെ രക്തമാണ്. അപ്പോൾ ഇവരെന്തോ ഒരു ചതി ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, ആ കുപ്പായം പ്രയോജനപ്പെട്ടത്, കുപ്പായം മുന്നിൽ നിന്നാണ് കീറിയതെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തെറ്റുകാരനാണ്, കുപ്പായം പിറകിൽ നിന്നാണ് കീറിയതെങ്കിൽ തെറ്റുകാരി അവളാണ് എന്ന് സാക്ഷിക്ക് പറയാൻ പറ്റിയത് കുപ്പായം അന്ന് നിർണായകമായൊരു തെളിവായിരുന്നു. മൂന്നാമത്തെ രംഗമാണിത്. ഇദ്ഹബു ബി ഖമീസി ഹാദ, ഈ കുപ്പായവും കൊണ്ടുപോവുക. ആ കുപ്പായത്തിന് പ്രധാനപ്പെട്ടൊരു റോള് വഹിച്ചിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുപ്പായം. ഇദ്ഹബു ബി ഖമീസി ഹാദ, ഈ കുപ്പായവും കൊണ്ട് നിങ്ങൾ പോവണം. കാരണം ഈ കുപ്പായം, ഇതിൻ്റെ ആദ്യഘട്ടത്തിലാണ് യൂസുഫ് അലൈഹി സ്വലാത്തു യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. അതിൻ്റെ തുടക്കം ഈ കുപ്പായത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ കാഴ്ച തിരിച്ചു കിട്ടുന്നതും എൻ്റെ കുപ്പായത്തിലൂടെ തന്നെ ആവട്ടെ. നഷ്ടപ്പെടാൻ കാരണമായ ഇത് കുപ്പായമാണെങ്കിൽ കാഴ്ചശക്തി തിരിച്ചു കിട്ടുന്നതും ഇതേ കുപ്പായത്തിലൂടെയാകട്ടെ. ഇദ്ഹബൂ ബി ഖമീസി ഹാദ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ, ഉപ്പയുടെ മുഖത്തത് ഇട്ടുകൊടുക്കണം. യഅ്തി ബസീറ, ആ കാഴ്ച തിരിച്ചു കിട്ടുന്നതാണ്. വഅ്തൂനി ബി അഹ്ലിക്കും അജ്മഈൻ, നിങ്ങളെല്ലാവരും കുടുംബത്തെയും കൂട്ടി ഇങ്ങോട്ട് വരികയും വേണം. അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തി, ലിഅന്ന കുല്ല ദാഇൻ യുദാവാ ബിദിദ്ദിഹി, എല്ലാ രോഗവും അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒന്നുകൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. ഫഹാദൽ ഖമീസ്, ഈ ഒരു കുപ്പായം, ലമാ കാന ഫീഹി അസറു റീഹി യൂസുഫ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരത്തിൻ്റെ റീഹ്, പ്രത്യേകിച്ചും അമ്പിയാക്കളുടെ വിയർപ്പിന് പ്രത്യേകതകളുണ്ട്. അല്ലദീ ഔദഅ ഖൽബ അബീഹി മിനൽ ഹുസ്നി വശൗഖി മല്ലാഹു ബിഹി അലീം, അള്ളാഹുവിന് മാത്രം അറിയാവുന്ന താങ്ങാനാവാത്ത ദുഃഖം, അളവില്ലാത്ത ദുഃഖം ഉപ്പയുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തത് ഒരു കുപ്പായത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചു, അറാദ അൻ യശുമ്മഹു, എൻ്റെ മറ്റൊരു കുപ്പായം ഉപ്പ മണക്കട്ടെ. ഫതർജിഅ ഇലൈഹി റൂഹു, അദ്ദേഹത്തിന് റൂഹ് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ ചൈതന്യം. വതതറാജഅ ഇലൈഹി നഫസു, ശ്വാസം നേരെയാകട്ടെ. വയർജിഅ ഇലൈഹി ബസറുഹു, കാഴ്ച കിട്ടട്ടെ, കാഴ്ച തിരിച്ചു ലഭിക്കട്ടെ. വലില്ലാഹി ഫീ ദാലിക ഹുക്മുൻ വ അസ്റാർ,
അള്ളാഹുവിന് അതിൽ ചില ഹുക്കുമും ചില രഹസ്യങ്ങളുമുണ്ട്. ഒരു കുപ്പായം കിട്ടുമ്പോഴേക്ക് കാഴ്ചശക്തി വരിക എന്ന് പറഞ്ഞാൽ ഭൗതിക കാരണങ്ങൾ അവിടെ കാണാൻ കഴിയില്ല. ഭൗതിക കാരണങ്ങൾക്കപ്പുറത്തുള്ള കാരണമാണത്. അത് അള്ളാഹുവിൻ്റെ മുഅ്ജിസത്താണ്, റബ്ബിൻ്റെ ഹുക്കുമാണത്. അതിൽ അള്ളാഹുവിൻ്റെ രഹസ്യങ്ങളാണുള്ളത്. ലാ യത്തലിഉ അലൈഹൽ ഇബാദ്, അടിമകൾക്ക് അതിലേക്ക് എത്തി നോക്കാൻ കഴിയില്ല. അത് റബ്ബിന് മാത്രം കഴിയുന്ന അള്ളാഹുവിൻ്റെ അസ്റാറുകളിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ഹുക്കുമിൽപ്പെട്ടതാണ്. വഖദ് ഇത്തലഅ യൂസുഫ് മിൻ ദാലിക അലാ ഹാദൽ അംർ, അതെല്ലാവർക്കും അറിയാൻ പറ്റുന്നതല്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആ വിഷയത്തിൽ അറിവ് നൽകി. യൂസുഫ് നബിക്ക് അള്ളാഹു അറിവ് നൽകി. ഈ കുപ്പായം, ആ കുപ്പായത്തിലൂടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടുമെന്ന അറിവും ആ ഒരു മുഅ്ജിസത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഏതൊരു കുപ്പായത്തിൽ നിന്നാണോ തുടങ്ങിയത്, ആ കുപ്പായത്തിലൂടെ തന്നെ ആ കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയാണ്. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമങ്ങൾ അങ്ങനെയാണ്. ഇദ്ഹബൂ ബിഖമീസി ഹാദാ ഫഅൽഖൂഹു അലാ വജ്ഹി അബീ യഅതി ബസീറാ വഅതൂനി ബിഅഹ്ലികും അജ്മഈൻ. അങ്ങനെ ആ കുപ്പായവും കൊണ്ട് ആ സംഘം വരികയാണ്. വലമ്മാ ഫസലത്തിൽ ഈറു, അങ്ങനെ ആ യാത്രാസംഘം മിസ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ, ഫസല എന്ന് പറഞ്ഞാൽ വേർപെടുക, ആ നാട്ടിൽ നിന്ന് പോരുക, യാത്ര പുറപ്പെടുക. വലമ്മാ ഫസലത്തിൽ ഈറു, അൽ ഈർ എന്ന് പറഞ്ഞാൽ യാത്രാസംഘം. അപ്പോൾ മിസ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ, അതാണ് വലമ്മ വസല എന്നല്ല പറഞ്ഞത്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഫലസ്തീനിലേക്ക് എത്തിയപ്പോഴല്ല, പിന്നെയോ വലമ്മ ഫസലത്ത് എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മിസ്ർ വിട്ട ഉടനെ, യാത്ര പുറപ്പെട്ട ഉടനെ തന്നെ, വലമ്മ ഫസലത്തിൽ ഈറു ഖാല അബൂഹും, അവരുടെ ഉപ്പ വീട്ടിൽ വെച്ച് പറയാണ്, ഇന്നീ ലഅജിദു റീഹ യൂസുഫ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്മെല്ല് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലഅജിദു റീഹ യൂസുഫ് ലൗലാ അൻ തുഫന്നിദൂൻ, നിങ്ങൾ എന്നെ വിഡ്ഢി ആയി ചിത്രീകരിക്കുകയില്ലെങ്കിൽ ഞാൻ പറയട്ടെ, എനിക്ക് എൻ്റെ മകൻ്റെ സ്മെല്ല് ലഭിക്കുന്നുണ്ട്. തുഫന്നിദു എന്ന് പറഞ്ഞാൽ ഫന്നദ യുഫന്നിദു തഫ്നീദ. ഫന്നദ എന്ന് പറഞ്ഞാൽ ഒരാളെ നിങ്ങൾ പറയുന്നത് വിഡ്ഢിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ടും മറ്റും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക, കളിയാക്കുക, പരിഹസിക്കുക, വിഡ്ഢിത്തമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരഭിപ്രായത്തെ മറ്റുള്ളവർ തരം താഴ്ത്തുന്നതിൻ്റെ പ്രയോഗമാണെന്ത്? ഫന്നദ യുഫന്നിദു തഫ്നീദ. അപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പല കാര്യങ്ങളും പറയുമ്പോൾ മക്കൾ പരിഹസിച്ചിരുന്നു, അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. വാർദ്ധക്യത്തിൻ്റെ ചാബല്യങ്ങളാണ്, വൃദ്ധനായ ഒരു മനുഷ്യൻ്റെ ജൽപ്പനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടതിനെയൊക്കെ അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പറഞ്ഞാൽ, യൂസുഫിൻ്റെ സ്മെല്ലടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ തന്നെ പരിഹസിച്ചേക്കുമെന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമക്കറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ലൗലാ അൻ തുഫന്നിദൂൻ, നിങ്ങൾ ഞാൻ പറയുന്നത് വിഡ്ഢിത്തമായി ചിത്രീകരിച്ച് നിങ്ങൾ എന്നെ കളിയാക്കുകയില്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്നീ ലഅജിദു റീഹ യൂസുഫ്. ഇത് വീട്ടിലുള്ളവരോട് പറയാണ്. പക്ഷേ മിസ്റിൽ നടന്നതൊന്നും വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല. അവിടെയാണ് പോയിന്റ്. അഥവാ വീട്ടിലുള്ള ആളുകൾക്ക് അവിടെ വെച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ഡിസ്ക്ലോസ് ചെയ്തതൊന്നും അവർക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരിക്കലും അദ്ദേഹത്തെ കളിയാക്കുകയില്ല. മറിച്ച് അവർക്ക് ഈ സംഭവം അവിടെ നടക്കുന്നതൊന്നും അവർക്കറിയില്ല. പക്ഷേ വലമ്മ ഫസലത്തിൽ ഏറു, ആ കുപ്പായവുമായി യാത്രാസംഘം മിസ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേക്ക് തന്നെ അദ്ദേഹം പറയുന്നു, ഇന്നീല അജിദു റീഹ യൂസുഫ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സ്മെല്ല് എനിക്ക് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. എത്ര ദൂരത്ത് നിന്ന്? ഇബ്നു ജരീർ അത്തൊബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അധിക മുഫസ്സിരിങ്ങളും ഇതിലാണ് യോജിച്ചിട്ടുള്ളത്. അവർ പറയുന്നത് ഹാജത്ത് റീഹുൻ, ഒരു കാറ്റടിച്ചു. ഫജാഅത് ബിരീഹി യൂസുഫ മിൻ മസീറത്തി 8 ലയാലിൻ, 8 ദിവസത്തെ യാത്രാ ദൂരം ഉണ്ടായിരുന്നു. അത്രയും ദൂരം നിന്ന് 8 ദിവസത്തെ യാത്രാ ദൂരം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഏകദേശം 7-8 ദിവസമാണ് ഒട്ടകപ്പുറത്താണെങ്കിൽ. അത്രയ്ക്ക് വിദൂരതയിൽ നിന്നാണ് ഈ സ്മെല്ല് വരുന്നത്. അള്ളാഹു ഒരു കാറ്റിന് നിർദ്ദേശം നൽകിയെന്നാണ്, ഈ സ്മെല്ലിനെ അവിടെ കൊണ്ടുപോയി കൊടുക്കൂ. കാരണം കാറ്റിനെയും മഴയെയും ഇടിയെയും മിന്നലിനെയും എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു പറയുന്നതനുസരിച്ചാണ് കാറ്റിൻ്റെ സഞ്ചാരം പോലും, റബ്ബ് പറയുന്നതനുസരിച്ചാണ്.
കാറ്റിന് റബ്ബിൻ്റെ നിർദ്ദേശം, ഈ സ്മെല്ല് കൊണ്ടുപോവുക എവിടേക്ക്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക്. അപ്പോൾ 8 ദിവസത്തെ വഴിദൂരമുള്ള അത്രയും ദൂരെ നിന്ന്, മിസ്റിൽ നിന്ന് ഫലസ്തീനിലേക്ക് അതിൻ്റെ സ്മെല്ലുണ്ടായി എന്നാണ്. ഇന്നീല അജിദു റീഹ യൂസുഫ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റീഹ് സ്മെല്ല് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത്രയും ദൂരമുള്ളത് കൊണ്ട് തന്നെ അവർ അത് വിഡ്ഢിത്തമായി പറഞ്ഞേക്കാം. അതുകൊണ്ട് ലൗല അൻ തുഫന്നിദൂൻ, നിങ്ങൾ എന്നെ കളിയാക്കുകയില്ലെങ്കിൽ, ഞാൻ പറയുന്നത് വിഡ്ഢിത്തമാണെന്ന് നിങ്ങൾ കരുതുന്നില്ലെങ്കിൽ, എൻ്റെ ബുദ്ധി പോയി എന്ന് നിങ്ങൾ പറയുകയില്ലെങ്കിൽ ഞാൻ പറയുന്നു, എനിക്കെൻ്റെ മകൻ്റെ സ്മെല്ല് ലഭിക്കുന്നുണ്ട്. പക്ഷേ മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചതുപോലെ തന്നെ അവർ പറഞ്ഞു, ഖാലു, അവർ പറഞ്ഞു, തല്ലാ, അല്ലാഹുവാണേ, ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം, നിശ്ചയം താങ്കൾ താങ്കളുടെ ആ പഴയ വഴികേടിൽ തന്നെയാണ്. മുമ്പ് നഷ്ടപ്പെട്ടപ്പോൾ പലതും പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ അന്നത്തെ അതേ വഴികേട് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണുപ്പ. അങ്ങനെയൊന്നും സംഭവിക്കൂല. എന്നോ നഷ്ടപ്പെട്ടു പോയി, ചെന്നായ പിടിച്ചു എന്നല്ലേ പറഞ്ഞത്. അവർക്കത് മാറ്റി പറയാൻ പറ്റുമോ? ചെന്നായ പിടിച്ച് തിന്നു കഴിഞ്ഞ ഒരാളുടെ സ്മെല്ലെങ്ങനെ വരും? ഒരു കുപ്പായത്തിൻ്റെ സ്മെല്ലെങ്ങനെ വരും? അപ്പം നിങ്ങൾ ളലാലത്തിലാണ്. ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം, അല്ലാഹുവാണേ, ഖാലൂ തല്ലാ, അല്ലാഹുവാണേ, ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം, തീർച്ചയായും താങ്കൾ താങ്കളുടെ ആ പഴയ വലാലത്തിൽ തന്നെയാണ്, വഴികേടിൽ തന്നെയാണ് എന്നവർ പറഞ്ഞു. ഐ ഖതഇക്കൽ ഖദീം, താങ്കളുടെ വളരെ നേരത്തെയുള്ള ആ അബദ്ധമാണ്, ആ അബദ്ധത്തിലാണ് നിങ്ങളുള്ളത്. കാരണം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇടക്കിടക്ക് പറയുമായിരുന്നു, എൻ്റെ മകനെ അള്ളാഹു എനിക്ക് കൊണ്ടുവന്ന് തരും. അതുകൊണ്ടാണ് യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ് എന്ന് പറഞ്ഞത്. ചെന്നായ പിടിച്ചു എന്നുള്ളത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യൂസുഫ് നബിയെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത്. അദ്ദേഹം അത് വിശ്വസിച്ചിരുന്നെങ്കിൽ, വിശ്വസിച്ചുവെന്ന് മക്കളെ തോന്നിപ്പിക്കാനുള്ള ഉദ്ദേശം പോലും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ അങ്ങനെ പറയോ? യൂസുഫിനെ കുറിച്ച് അന്വേഷിക്കുമെന്ന് പറയോ? മക്കൾക്ക് വ്യക്തമായ സൂചന കൊടുക്കുകയാണ്, നിങ്ങൾ അന്ന് പറഞ്ഞത് നുണയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ, യൂസുഫിനെയും സഹോദരനെയും അന്വേഷിക്ക് എന്ന് തുറന്നു പറയാനുള്ള കാരണം അതാണ്. അൻ ഖതാദ, ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഐ മിൻ ഹുബ്ബി യൂസുഫ്, യൂസുഫ് നബിയോടുള്ള താങ്കളുടെ കടുത്ത ഇഷ്ടം കൊണ്ട്, ലാ തൻസാഹു വലാ തസ്ലാഹ്, നിങ്ങൾ ആ സംഭവം മറക്കുന്നുമില്ല, നിങ്ങൾക്കതിലൊരു ആശ്വാസമിട്ട് കിട്ടുന്നുമില്ലല്ലോ. സാധാരണ ആളുകൾ മറന്നുപോകും, കുറേ കൊല്ലം കഴിഞ്ഞത് മറന്നുപോകും. എന്താണ് ഉപ്പ നിങ്ങളിത് മറന്നു പോവാത്തത്? മറക്കാതെ ഈ ഓർമ്മ കൊണ്ട് നടക്കുന്നതിനെ കുറിച്ചാണ് അവർ ഉദ്ദേശിച്ചത് എന്നാണ്. നിങ്ങൾ വലാലത്തിലാണ്, ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല വ്യക്തികൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. ഖാലൂ ലിവാലിദിഹിം കലിമതൻ ഗലീള, സ്വന്തം ഉപ്പയോട് അവർ പരുഷമായ വാക്കാണ് പറഞ്ഞത്. ലം യകുൻ യംബഗി ലഹും അൻ യഖൂലൂഹാ ലിവാലിദിഹിം വലാ ലിനബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുട്ടിയും തൻ്റെ ഉപ്പയോട് ഇങ്ങനെ സംസാരിക്കരുത്. എന്നാൽ ഉപ്പ എന്നതിനപ്പുറത്ത് ഒരു പ്രവാചകൻ കൂടിയാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അവർ ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം ആരോടാ പറയുന്നത്? ജനങ്ങളെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞയച്ച മഹാനായ പ്രവാചകൻ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ പറയാണ്, താങ്കൾ ളലാലത്തിലാണ്. ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം. ഒരു ഉപ്പയോടോ പ്രത്യേകിച്ചും ഒരു നബിയോടോ പറയാൻ പാടില്ലാത്ത വാക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്ന് തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെ മക്കൾ പറഞ്ഞു, കാരണം അവരെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അവർ പറഞ്ഞു, ഖാലൂ തല്ലാഹി ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥം പഠിക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ആളുകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്നതുവരെ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളാകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഖുർആനിനെ മുബാറക്കായ ഗ്രന്ഥം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹ സമ്പൂർണമായിരിക്കും. ഹൃദയത്തിൽ വെളിച്ചം, കാരണം ഖുർആൻ വെളിച്ചമാണ്. ഹൃദയം പ്രകാശപൂരിതമായിരിക്കും. ആത്മാവ് സജീവമായിരിക്കും. അതുകൊണ്ടാണ് ഖുർആനിനെ റൂഹ് എന്നാ പറഞ്ഞത്. റൂഹുൻ വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിന. ഖുർആൻ റൂഹാണ്.
മയ്യത്തായി നിൽക്കുന്ന ആത്മാവിന്, ഹൃദയത്തിന് ജീവൻ നൽകും ഖുർആൻ. വെളിച്ചമില്ലെങ്കിൽ വെളിച്ചം നൽകും, ചുറ്റിലും വെളിച്ചമില്ലെങ്കിലും അവിടെയും നൽകും. ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത് എന്നാണ്. സർവോപരി പ്രകാശമായിരിക്കും ഖുർആൻ, സർവോപരി ജീവിതത്തിൽ ബറക്കത്താണ് പരിശുദ്ധ ഖുർആൻ. അതിൽ തന്നെ സൂറത്ത് യൂസുഫ്, അൽഹംദുലില്ലാ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധ്യായത്തെക്കുറിച്ച് തുടക്കത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞൊരു കാര്യം നമ്മൾ അന്ന് സൂചിപ്പിച്ചതാണ്, ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലഖദ് കാന ഫി യൂസുഫ വ ഇഖ്വതിഹി ആയാത്തുൻ ലിസ്സായിലീൻ. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും സഹോദരന്മാരുടെയും ചരിത്രത്തിൽ ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ലിസ്സായിലീൻ എന്നാണ് പറഞ്ഞത്, ലിൽ ഖാരിഈ എന്ന് പറഞ്ഞില്ല. സൂറത്ത് യൂസുഫ് ഓതുന്നവർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. ലിസ്സായിലീൻ, ചോദിച്ച് പഠിച്ച് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നാണ്. സുആല് വേണം. എന്തുകൊണ്ടാണ് ഈ വേർഡ് ഇങ്ങനെ ഉപയോഗിച്ചത്? യാക്കൂബ് നബി പറഞ്ഞ ആ വാചകത്തിൻ്റെ പൊരുൾ എന്താണ്? യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ നിലപാടിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അള്ളാഹു എന്തിനാണ് ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത്? അള്ളാഹു എന്തിനാണ് ആ സംഭവം ഇവിടെ പറഞ്ഞത്? ലിസ്സായിലീൻ, ചോദിക്കൂ, ചോദിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. ആയാത്ത്, ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ ചരിത്രത്തിൽ. പക്ഷേ ചോദിക്കണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ തഫ്സീറും ഓരോ ആയത്തും നാം ചിന്തിക്കുക, പഠിക്കുക, ആലോചിക്കുക. എങ്കിൽ അവർക്ക് ദൃഷ്ടാന്തമുണ്ട്. കേവലം കാര്യങ്ങൾക്കില്ല. പിന്നെയോ ലിസ്സായിലീൻ, പഠിക്കുന്നവർക്ക്, ചോദിക്കുന്നവർക്ക്. അതുകൊണ്ട് പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.